ദേവസന്നിധിയുടെ സഹയാത്രികർക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിലാണ്. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ. ചെങ്കൽ ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും ആനകളുടെ രൂപങ്ങളോട് കൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം. കിഴക്കു ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. 3 നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പ്രൗഢിയും നിലനിർത്തി നിൽക്കുന്നു. കിഴക്കേ ഗോപുരത്തിൻ്റെ നേരെ മുൻപിലായി ഭഗവത് വാഹനമായ നന്ദികേശന്റെ ഒരു വിഗ്രഹം കാണാം. ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്. മഹേശ്വരം ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. 111.2 അടി ഉയരം വരുന്ന ഈ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമാണ്. പരശുരാമൻ 108 ശിവാലയങ്ങൾ സ്ഥാപിച്ചുവെന്ന ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന 108 ശിവലിംഗ പ്രതിഷ്ഠകൾ മഹാശിവലിംഗത്തിലുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. ചുറ്റമ്പലത്തിനുള്ളിൽ ശിവഭാവങ്ങളെ പ്രതിനിധീകരിച്ച് 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠകളുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ജ്യോതിർലിംഗ പ്രതിഷ്ഠകളുടെ പ്രതീകങ്ങളാണിവ. പൂജാവിധികളും അവിടത്തെ പോലെ പിന്തുടരുന്നു. സോമനാഥൻ, മല്ലികാർജുനൻ, മഹാകാലേശ്വരൻ, ഓങ്കാരേശ്വരൻ, കേദാർനാഥൻ, ഭീമശങ്കരൻ, വൈദ്യനാഥൻ, ത്രയംബകേശ്വരൻ, കാശി വിശ്വനാഥൻ, നാഗേശ്വരൻ, രാമേശ്വരൻ, കൃഷ്ണേശ്വരൻ എന്നീ 12 ജ്യോതിർലിംഗങ്ങളെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 32 ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ, ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങളായ കാഴ്ചകളുണ്ടിവിടെ. ഇവയെല്ലാം 2011 2021 ഇടയിൽ പണി കഴിപ്പിക്കപ്പെട്ടവയാണ്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. പ്രശസ്ത താന്ത്രികാചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഏകദേശം 5000 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. ബ്രഹ്മജ്ഞാനിയായിരുന്ന ഒരു സന്യാസിയുടെ സമാധി സ്ഥാനത്താണ് ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നും പിന്നീട് ഒരു കാലത്ത് ക്ഷേത്രം നശിച്ചു പോയതാണെന്നും വിധിയിൽ പറയുകയുണ്ടായി. പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നു വരുന്നത് 1960കളിലാണ്. അതിന് നിമിത്തമായി ഭവിച്ചത് പൂർവാശ്രമത്തിൽ കൃഷ്ണൻകുട്ടി എന്നറിയപ്പെട്ടിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ്. കുഞ്ഞുനാളിൽ തന്നെ വീടിനടുത്ത് ധ്യാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്ത് ഒരു പുറ്റ് വളർന്ന് വലുതാവുകയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ
പലതവണ തകർക്കാൻ ശ്രമിച്ചിട്ടും പൂർവാധികം ശക്തിയോടെ ആ പുറ്റ് വളർന്ന് വലുതാവുകയും ചെയ്തു. ഒരിക്കൽ ഇത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പാമ്പ് പുറത്തേക്ക് വന്നതായും കഥയുണ്ട്. അതേ തുടർന്ന് പ്രശ്നം വെച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നിത്യപൂജ നടത്തുന്നത് പതിവാക്കി. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ ഈ കഥയറിഞ്ഞ് അവിടെ വരാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ചെറിയൊരു ശ്രീകോവിൽ മാത്രമുണ്ടായിരുന്ന ഈ ക്ഷേത്രം വളർന്ന് വലിയ ക്ഷേത്രമായി പരിണമിക്കുകയും ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവരുടെ ഉപപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. തുടർന്നും ഭക്തിയോടുകൂടി ശിവപൂജ നടന്നു പോന്നു. ക്ഷേത്രമതിലകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത മണ്ഡപമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. നിത്യേനയുള്ള ഗണപതി ഹോമം നടത്താനായി പണി കഴിപ്പിച്ച മണ്ഡപത്തിൽ അങ്ങിങ്ങായി 32 ഗണപതി രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബാലഗണപതി, ദ്വിജഗണപതി, സിദ്ധിഗണപതി, വിഘ്നഗണപതി, മഹാഗണപതി തുടങ്ങി യോഗ ഗണപതി വരെയുള്ള ഈ രൂപങ്ങളെ മനുഷ്യൻ്റെ ഓരോ അവസ്ഥയുടെയും പ്രതീകങ്ങളായി കണ്ടുവരുന്നു. കേരളത്തിൽ മറ്റെവിടെയും ഇതുപോലെ 32 ഗണപതിമാർക്കായി ക്ഷേത്രം പണിതിട്ടില്ല. (2012) മാർച്ച് മാസത്തിലാണ് മഹാശിവലിംഗത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 30 ശില്പികൾ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കടുത്ത നിഷ്ഠയോടെ നിർമ്മാണം ആരംഭിക്കുകയും 7 വർഷത്തോളം അവരുടെ അധ്വാനം തുടരുകയും ചെയ്തു. 2019 ഒക്ടോബറോടെ ഇതിൻ്റെ പണി പൂർത്തിയാവുകയും നവംബർ 10 ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. അതുവരെ കർണാടകയിലെ കോലാർ ജില്ലയിലുള്ള സഹസ്രലിംഗേശ്വർ ക്ഷേത്രത്തിലുള്ള 108 അടി ഉയരമുള്ള ശിവലിംഗത്തിനായിരുന്നു 1ാം സ്ഥാനം. 111.2 അടി ഉയരമുള്ള ഇവിടത്തെ മഹാശിവലിംഗം ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമെന്ന ഖ്യാതി കുറച്ചുനാൾ നിലനിർത്തി. പിന്നീട് 126 അടി ഉയരമുള്ള ശിവലിംഗം 2021 ആസാമിലെ മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ചെങ്കൽ ഗ്രാമത്തിലെ ശിവലിംഗത്തിൻ്റെ റെക്കോർഡ് നഷ്ടമായത്. കാഞ്ചി കാമകോടി മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതിയാണ് സ്വാമിക്ക് സന്യാസ ദീക്ഷ നൽകി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസനാമം നൽകിയത്. ചെങ്കൽ ശിവപാർവതി ക്ഷേത്രവും മഹാശിവലിംഗവും മഹേശ്വരാനന്ദ സ്വാമികളുടെ ഈശ്വരാരാധനയുടെ ഫലമാണ്. മഹാശിവലിംഗത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന 108 ശിവലിംഗങ്ങളും 32 ഗണപതി വിഗ്രഹങ്ങളും ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മൂലവിഗ്രഹങ്ങളും കൊത്തിയെടുത്തത് മഹാബലിപുരത്താണ്. കാശി, ഗംഗോത്രി, ഋഷികേശ്, രാമേശ്വരം, ധനുഷ്കോടി, ബദരീനാഥ്, ഗോമുഖ്, കൈലാസം തുടങ്ങിയ വിവിധ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള ജലം, മണൽ, മണ്ണ് എന്നിവയും ശിവലിംഗത്തിൻ്റെ നിർമ്മാണ വസ്തുക്കളിൽ കലർത്തിയിരിക്കുന്നു. അതിനാൽ മഹേശ്വരം ക്ഷേത്രത്തിലെ ശിവലിംഗം ഒരു ദിവ്യഘടനയാണെന്ന് പറയപ്പെടുന്നു. ശിവലിംഗം എന്നതിലുപരി ഷഠാധാര വിധി അനുസരിച്ച് പണി കഴിപ്പിച്ച ഒരു 7 നില കെട്ടിടമാണിത്. ഇവ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു. ഏറ്റവും താഴെയുള്ള മൂലാധാരത്തിൻ്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു. 6 നിലകളും കടന്നു ചെന്നാൽ കൈലാസമായി.
സഹസ്രദള പത്മത്തിനു താഴെ പാർവതി പരമേശ്വരന്മാർ. കണ്ണടച്ച് ഓം നമഃശിവായ ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ശാന്തമാകും. ഒരു ആത്മീയ കേന്ദ്രം മാത്രമായിട്ടല്ല, സമൂഹത്തിലെ അശരണർക്കും അനാഥർക്കും നേരെ കാരുണ്യത്തിൻ്റെ കൈ നീട്ടുന്നുണ്ട് ഈ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. നന്ദി.